വെൽക്കം ബാക്ക്. ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. റവ ഉപ്മാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ റവ ഉപ്മാവ് ഉണ്ടാക്കുമ്പം കുറച്ച് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സാധാരണ എല്ലാവർക്കും അറിയാവുന്നതാണ് റവ ഉപ്മാവ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് മുട്ട ചിക്കിയതൊക്കെ ചേർത്തിട്ടുള്ള റവ ബോൾസൊക്കെ ആക്കിയിട്ട് ഉള്ള ഒരു ഉപ്മാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എനിക്ക് പൊതുവേ ഉപ്മാവ് ഒട്ടും തന്നെ ഇഷ്ടമല്ല. പക്ഷെ ഞാൻ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമേ ഉപ്മാവ് കഴിക്കുകയുള്ളൂ. അത്രയും ഇഷ്ടമാണ് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഉപ്മാവ് കഴിക്കാൻ. കുട്ടികൾക്കാണെങ്കിലും ഒത്തിരി ഇഷ്ടമാവും. അവർക്ക് സ്കൂളിലേക്കും കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു സ്നാക്ക് ബോക്സ് റെസിപ്പി കൂടിയാണ്. പിന്നെ കുറച്ച് ദിവസമായിട്ട് എന്നെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജസൊക്കെ ഉണ്ടായിരുന്നു. പേഴ്സണലി എല്ലാവർക്കും റിപ്ലൈ തരാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ നെക്സ്റ്റ് വീക്ക് നാട്ടിൽ പോവാണ്. അതിൻ്റെ കുറച്ച് തിരക്കിലായതുകൊണ്ടാണ് വീഡിയോസൊന്നും കണ്ടിന്യൂസ് ആയിട്ട് ഇടാഞ്ഞത്. പിന്നെ എൻ്റെ സൗണ്ടും പോയിട്ടുണ്ടായിരുന്നു. തൊണ്ടവേദനയൊക്കെ ആയിട്ട് സൗണ്ടും പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് സൗണ്ടൊക്കെ വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊന്നും കണ്ടിന്യൂസ് ആയിട്ട് ഇടാഞ്ഞത് കേട്ടോ. അപ്പോൾ ഇനി ഇടാൻ ശ്രമിക്കാം. പിന്നെ നമ്മുടെ ഐഷാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വ്യത്യസ്തമായിട്ടുള്ള ഉപ്മാവ് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ഇതിലേക്കുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു 2.25 കപ്പ് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. അതായത് 1 കപ്പ് റവയിലേക്ക് 2 കപ്പ് വെള്ളവും പ്ലസ് ഒരു 1/4 കപ്പും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കാം. ഒരുപാടൊന്നും വേണ്ട ഉപ്പ്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ റവയുടെ ആ ഒരു കുത്തുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് മാറിക്കിട്ടും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർക്കുന്നുണ്ട്. അത് ഒട്ടും നിർബന്ധമില്ല, പക്ഷെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ 1 കപ്പ് റവ. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് വെച്ച ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം കൂടി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് വെള്ളമായിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു മാവിൻ്റെ പരുവത്തിലായി കിട്ടില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴേ അത് നന്നായിട്ട് തിക്കായിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെയാണ് വേണ്ടത്. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തിക്കായിട്ട് വരില്ല. പിന്നെ ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് പറയുകയാണെങ്കിൽ നിങ്ങളെടുക്കുന്ന റവയുടെ ഡബിൾ വെള്ളം എടുക്കണം. പ്ലസ് അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പും കൂടി വെള്ളം കൂട്ടി കൊടുക്കണം. അങ്ങനെയാണ് ആ ഒരു കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു മാവിൻ്റെ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ആക്കിയെടുക്കണം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിക്കോട്ടെ. അപ്പോൾ ഞാനൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് സ്റ്റീമറിലുള്ള വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മൾ ഇത് ബോൾസാക്കിയ ശേഷം സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റും ചെയ്യാം. വല്ലാണ്ട് ചൂടാറാൻ നിൽക്കരുത്. അതിന് മുമ്പേ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇതൊന്ന് കുഴച്ചെടുക്കുക. ഒരുപാട് നന്നായിട്ട് കുഴയ്ക്കൊന്നും വേണ്ട. ചൂടോട് കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതിയാവും. ഇതിപ്പോൾ നമ്മൾ ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപ്മാവിൻ്റെ പോലെ ചെറിയ ചെറിയ കട്ടകളൊക്കെ ആയിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടോട് കൂടിയിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക. പിന്നെ കയ്യിൽ കുറച്ചൊന്ന് എണ്ണ തടവിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പം ബോൾസ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ഏറ്റവും ടേസ്റ്റ് ചെറിയ ബോൾസ് ആക്കുന്നതാണ്. ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമ്മൾ റെഡിയാക്കുമ്പം അത്ര ചെറുതാവുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഞാൻ ഈ ഒരു സൈസിലാണ് ബോൾസ് ആക്കി എടുക്കാറ് കേട്ടോ. അപ്പം ചെറിയ ബോൾസ് ആക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഈ പിടിയൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ അതുപോലെ ആക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ കയ്യിൽ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്ന പരുവൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ കയ്യിൽ ചെറുതായിട്ടൊന്ന് ഓയിൽ പുരട്ടിയ ശേഷം ഒന്ന് ബോൾസാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാതും ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ആവി കയറ്റി എടുക്കണം. പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് ആവിയായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ആ ടൈമിൽ നമുക്ക് മുട്ട ചിക്കി എടുക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റീമറിലുള്ള വെള്ളം തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് ഇതുപോലെ സ്റ്റീമർ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ അതിലേക്ക് ഈ ബോൾസ് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ആവിയായിട്ട് എടുക്കാൻ പറ്റും.
അപ്പോൾ ഞാനിപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റൊക്കെ ആവി കയറ്റിയെടുത്താൽ മതി. അതിൽ കൂടുതൽ ആവി കയറ്റി എടുക്കണ്ട കേട്ടോ. അപ്പോഴേക്കും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും നമ്മുടെ ഈ ബോൾസൊക്കെ. പിന്നെ ഈ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, റവ കൊണ്ട് ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ ആവി കയറ്റി എടുക്കുന്ന ഈ ഒരു മെത്തേഡ് ഞാൻ വേറൊരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ മുമ്പ് കണ്ടതാണ്. ഹെബ്ബാസ് കിച്ചൻ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് എൻ്റേതായിട്ടുള്ളൊരു പരീക്ഷണമായിരുന്നു. എനിക്ക് ഉപ്മാവ് പൊതുവേ ഇഷ്ടമല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ മുട്ട ചിക്കിയത് ചേർത്തിട്ടാണ് ഉപ്മാവ് കഴിച്ചിരുന്നത്. അപ്പോൾ ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഞാനിതുപോലെ ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു, പിന്നെ പച്ചമുളക്, കറിവേപ്പില, പിന്നെ നമ്മൾ മുട്ട ചിക്കുമ്പോൾ ചേർക്കുന്നതാണ് സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു അര കഷ്ണം സവോള എടുത്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും, അതും കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ, തക്കാളിയും. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒരു പാനിൻ്റെ സൈഡിലെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം സൈഡിൽ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബോൾസൊക്കെ ഇപ്പോൾ നന്നായിട്ട് ആവി കയറ്റി എടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മുട്ട ചിക്കിയെടുക്കാം. അപ്പോൾ കടുക് പൊട്ടിയ ശേഷം ഞാൻ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ട ചിക്കുമ്പോൾ നമ്മൾ ഈ സവോള, തക്കാളി എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സവോളയും തക്കാളിയും ഒന്നും വല്ലാണ്ട് അങ്ങോട്ട് കുഴഞ്ഞു പോകുന്നു വേണ്ട. അപ്പോൾ ഞാൻ വീണ്ടും അതൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ മിഡിലായിട്ട് 2 മുട്ട ഒന്ന് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ഇപ്പോൾ എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും മുട്ട ചിക്കി എടുക്കാൻ നന്നായിട്ട് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പിന്നെ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കറിയിലെ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പിച്ചി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് എഗ് ഉപ്പുമാവല്ലേ, മുട്ട ചേർത്തുള്ള ഉപ്പുമാവല്ലേ, അപ്പോൾ ചിക്കനൊന്നും കഴിക്കാത്തവരുണ്ടെങ്കിൽ എല്ലാം കൂടി ചേർക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചേർക്കാത്തത്. അപ്പോൾ നന്നായിട്ട് മുട്ട ചിക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള, നമ്മൾ സ്റ്റീമാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ബോൾസ് ഇട്ട് കൊടുക്കാം. റവ ബോൾസ് ഇട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റാണ്, നല്ല സ്പോഞ്ച് പോലത്തെ സോഫ്റ്റാണ്. അപ്പോൾ ഇത് നമ്മളിത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് മിക്സ് ചെയ്ത് കൊടുക്കുമല്ലോ, അപ്പം നന്നായിട്ട് നോക്കണം കേട്ടോ. കാരണം നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം പതുക്കെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ, അത്രയും സോഫ്റ്റാണ്. പിന്നെ ഇതിലേക്കുള്ള ഉപ്പ് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ടായിരുന്നു. വെള്ളം നമ്മൾ തിളപ്പിച്ചെടുക്കുമ്പോൾ അതിലേക്ക് നമ്മൾ റവ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ റവയിൽ നന്നായിട്ട് ഉപ്പുണ്ട്. അതുപോലെ മുട്ട ചിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതിലും ഉപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി എക്സ്ട്രാ വേറെ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല കറക്റ്റാണ്. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നല്ല സോഫ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പതുക്കെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വെറുതെ പറയല്ല. ഉപ്മാവ് പൊതുവേ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഉപ്മാവ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ മുട്ട ചിക്കി എടുക്കുന്ന സമയത്ത് അതിലേക്ക് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. വെറും ഉപ്മാവല്ല, മുട്ട ഉപ്മാവാണ്, അതും ബോൾസൊക്കെ ആക്കിയിട്ടുള്ള ഉപ്മാവാണ്. അടിപൊളി ടേസ്റ്റാണ്, കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവും. അതുപോലെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഉപ്മാവ് കഴിക്കാൻ. സാധാരണ എനിക്ക് ഉപ്മാവ് ഒട്ടും ഇഷ്ടമല്ല, പക്ഷേ ഞാൻ ഇതുപോലെ ആണെങ്കിൽ മാത്രമേ ഉപ്മാവ് കഴിക്കുകയുള്ളൂ. അപ്പോൾ ഉണ്ടാക്കാനും നല്ല സിമ്പിളല്ലേ. ഇതുപോലെയാണ് അതിൻ്റെ അകത്തുണ്ടാവുക. കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാവും. നല്ല സോഫ്റ്റാണ്, കുട്ടികൾക്ക് കഴിക്കാനും നല്ല ഇഷ്ടമാവും. മുട്ടയൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു ഉപ്മാവ് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ കൂടുതൽ പേരും റിക്വസ്റ്റ് ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസിനായിട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഷെയർ ചെയ്യാമെന്ന്. അറിയുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക, അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സജഷൻസ് എഴുതി അറിയിക്കാനും മറന്നു പോകരുത്.
പിന്നെ 2 ദിവസം മുമ്പ് ഞാൻ റവ വെച്ചിട്ട് നല്ലൊരു സ്നാക്ക് റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു റവ വെച്ചുള്ള നല്ല സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഓർമ്മ വന്നത് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെയിൽ ID കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് അക്കൗണ്ടും ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും എല്ലാം ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ വേറെ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്